Hello children, good morning. Now today we are going to see the remaining problems in our textbook, page number 79. See the question number 2. This is a hush house. Given below are some of the things found inside and outside his house. ഇത് ഹർഷിൻ്റെ വീടാണ്. ഹർഷിൻ്റെ വീട്ടിലുള്ള പുറത്തും അകത്തുമുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഓക്കെ, കണ്ടോ? യു ക്യാൻ സീ സം ഒബ്ജക്ട്സ്, സം തിങ്സ്. ഇൻസൈഡ് മീൻസ് ഉള്ളിലുള്ളത്, ഔട്ട്സൈഡ് മീൻസ് പുറത്തുള്ളത്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടിക്ക് ദ തിങ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻസൈഡ് ദ ഹൗസ് ആൻഡ് ക്രോസ് ദ വൺസ് ദാറ്റ് ആർ ഫൗണ്ട് ഔട്ട്സൈഡ് ദ ഹൗസ്. വീടിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ വരുന്നത് നമ്മൾ ടിക്ക് ചെയ്യണം, ഔട്ട്സൈഡിൽ കാണുന്നത് ക്രോസ് ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ട്രീ. ട്രീനെ നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഔട്ട്സൈഡ് ആണല്ലേ, അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ്. ബെഡ് വി ക്യാൻ സീ ഇൻസൈഡ്, സോ അത് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ലാമ്പ് ഷെയ്ഡ്. ലാമ്പ് ഷെയ്ഡ് എവിടെ കാണാൻ പറ്റുക? ഇൻസൈഡ്. നെക്സ്റ്റ് ബേർഡ്. ബേർഡ് വി ക്യാൻ സീ ഔട്ട്സൈഡ്, സോ അത് ക്രോസ് ചെയ്യാം. നെക്സ്റ്റ് കാർ. കാർ നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഔട്ട്സൈഡ്. അക്വേറിയം ഇൻസൈഡ്. ടെലിവിഷൻ ഇൻസൈഡ്. സൺ ഔട്ട്സൈഡ്. നെക്സ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഔട്ട്സൈഡ്. റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ്, ഇൻസൈഡ്. ഡൈനിങ് ടേബിൾ ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡുള്ള തിങ്സും ഔട്ട്സൈഡുള്ള തിങ്സും നമ്മൾ നോക്കി. നൗ സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദ തിങ്സ് ആർ ഫൗണ്ട് ഇൻസൈഡ് ദ ഹൗസ്? അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്തപ്പോൾ ഏതൊക്കെയാണ് ഇൻസൈഡ്? എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 then 3 4 5 6 അല്ലേ? 6 things are inside the house. Next, how many of the things are found outside the house? Outside എത്ര എണ്ണം ഉണ്ടായിരുന്നു? നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 then 5. Okay, only 5 things. So here we can write 5. Our next topic is picture tables. Deep visits Roshni's house and sees the decoration. റോഷ്നിയുടെ വീട്ടിൽ ദീപാവലിക്ക് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവളുടെ ഫ്രണ്ട് ദീപ് പോയപ്പോൾ അവിടെയുള്ള ഡെക്കറേറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കി. ഹി നോട്ട്സ് ദ നമ്പർ ഓഫ് ഈച്ച് ഡെക്കറേറ്റീവ് ഐറ്റം along with its picture in a table. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ? ഒരു ടേബിൾ കണ്ടോ? ഇത് ദീപ് വരച്ചതാണ്. അവൻ അവിടെ കണ്ട ക്യാൻഡിൽസൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചു. എങ്ങനെ? എല്ലാതും, ദിവാസ്, ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ വരച്ചു വെച്ചു. ഇങ്ങനെ ഒരു ടേബിളിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ പിക്ചർ ടേബിൾ എന്ന് പറയാം. ഓക്കെ, ഓരോ തിങ്സ് നമ്മൾ ഒരു ടേബിളിൽ ഇങ്ങനെ പിക്ചറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് പിക്ചർ ടേബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദീപ് ഒരു പിക്ചർ ടേബിൾ വരച്ചു. ഈ ദീപിന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം. കൗണ്ട് ഹൗ മെനി കാൻഡിൽസ്, ഹൗ മെനി ലാൻഡേൺ, ഹൗ മെനി ദിയാസ് ആൻഡ് ഹൗ മെനി ഗാർലാൻഡ്. ഓരോന്ന് എത്രയാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കൗണ്ട് ദ കാൻഡിൽസ്. അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7. 7 candles. Next, count lantern. 1 2 3 4 5 6. Then next, diyas. 1 2 3 4 5 6. 6 diyas. Next, garland. 1 2 3. 3 garlands. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പിക്ചർ ടേബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം.
Now answer these questions. First one is, how many candles and lanterns are there in all? ക്യാൻഡിൽസും ലാൻഡേൺസും എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽസ് എത്രയായിരുന്നു? ക്യാൻഡിൽസ് 7 പ്ലസ് ലാൻഡേൺസ് 6. രണ്ടും കൂടി ആഡ് ചെയ്യുക. 7 + 6. ടേക്ക് 7 ഫിംഗേഴ്സ്. 6 ആഫ്റ്റർ കൗണ്ട്. 7, 8, 9, 10, 11, 12, 13. We get 13. Second one, what is the total number of items used for decoration? എല്ലാ ഐറ്റത്തിൻ്റെയും നമ്പർ, അതായത് ടോട്ടൽ എത്ര ഐറ്റം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാതും ആഡ് ചെയ്യണം അല്ലേ? 7 + 6 + 6 + 3 ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം 7 + 6 ആഡ് ചെയ്യുക. 7 + 6 നമ്മൾ നേരത്തെ ആഡ് ചെയ്തപ്പോൾ 13 കിട്ടിയിട്ടുണ്ട്. ഇനി ആ 13ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 6 ആഡ് ചെയ്യണം അല്ലേ? ചെയ്ത് നോക്കാം. 13 + 6, 3 + 6 is 9. ഹിയർ ഇറ്റ് ഈസ് 1. 19 കിട്ടി. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? 3യും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 19 + 3, 9 + 3, 9 ആഫ്റ്റർ ടേക്ക് 9 ഫിംഗേഴ്സ്, 3 ആഫ്റ്റർ കൗണ്ട്. ചെയ്യുമ്പോൾ എന്ത് വരും? 11 വരും അല്ലേ? 12. We get 12. 19 + 3, 9 + 3 is 12. 12ൽ 2 ഇവിടെ എഴുതി and 1 right here. 1 + 1 is 2. So total things എത്രയാണ്? 22. Next question. How many diyas are used? എത്ര ദിയാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? എത്രയാണ്? പിക്ചർ ടേബിളിൽ നോക്കൂ. 6. നെക്സ്റ്റ്, വിച്ച് ഡെക്കറേറ്റീവ് ഐറ്റം ഈസ് യൂസ്ഡ് ദ മോസ്റ്റ്? മോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ. ഏത് ഐറ്റമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്? അപ്പോൾ പിക്ചർ ടേബിളിൽ നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ വരുന്നത്? 7 ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ലേ? ദാറ്റ് മീൻസ് ക്യാൻഡിൽസ് ആണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ക്യാൻഡിൽസ്. നെക്സ്റ്റ്, വിച്ച് ഡെക്കറേറ്റീവ് ഐറ്റം ഈസ് യൂസ്ഡ് ദ ലീസ്റ്റ്? ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവ് യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന്. അപ്പോൾ സീ ദ പിക്ചർ ടേബിൾ. യെസ്, ഹിയർ വിച്ച് വൺ ഈസ് ദ ലീസ്റ്റ്? കുറച്ച് ഏതാണ്? 3 ഗാർലാൻഡ്സ് അല്ലേ? സോ ഹിയർ വി ക്യാൻ റൈറ്റ് garlands. And the last question, which 2 decorative items are used in equal numbers? ഈക്വൽ ആയിട്ട് യൂസ് ചെയ്തത്, രണ്ടും ഒരേപോലെ യൂസ് ചെയ്തത് ഏതായിട്ടാണെന്ന്. അപ്പോൾ പിക്ചർ ടേബിളിൽ നോക്കൂ. ഒരേപോലെ വരുന്നത് ഏതാണ്? യെസ്, ലാൻറ്റേണും ദിയാസും അല്ലേ? സോ ഹിയർ വി ക്യാൻ റൈറ്റ് lantern and diyas. ഓക്കെ, സോ ഇങ്ങനെയാണ് പിക്ചർ ടേബിൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. See you next class. Thank you.